നമസ്കാരം. എൻ്റെ പേര് ശൈലേഷ്. ഞാൻ ഒരു ഇൻഷുറൻസ് കൺസൾട്ടൻ്റാണ്. എങ്കിൽ പോലും ജോൺ സാറിൻ്റെ വീഡിയോസാണ് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്. ഇന്നത്തെ വിഷയം നമ്മുടെ ഉത്രാടമായി. അപ്പം എല്ലാവർക്കും ഉത്രാട ആശംസകൾ. ഇന്നത്തെ വിഷയം മക്കൾ തമ്മിലുള്ള പ്രശ്നം. മക്കൾ പലരും മക്കളില്ലാത്തതിൻ്റെ പേരിൽ ദുഃഖിക്കുന്നു. ചിലർ മക്കളിൻ്റെ പേരിൽ ദുഃഖിക്കുന്നു. അപ്പം ഇന്നത്തെ കാലഘട്ടം മൊത്തം മാറി. അത് മക്കളുടെ ഒരു വിഷയമാണ് ഇന്നത്തെ ഒരു രീതി. നമ്മളിപ്പോൾ ഓണം ആഘോഷിക്കുന്നു, എല്ലാം ശരിയാണ്. മക്കളില്ലാത്തവർ വിഷമിച്ചിരിക്കുന്നു, മക്കളെ കൊണ്ട് വിഷമിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്താണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് എല്ലാവരും അറിയേണ്ട കാര്യമാണ്. കഷ്ടപ്പെട്ട രീതിയിൽ മക്കൾ വളർന്നാൽ അവർ മനസ്സിലാക്കും എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ എനിക്ക് പൂർണ്ണ യോജിപ്പില്ല. എങ്കിലും എല്ലാം കൊടുത്തും മനസ്സിലാക്കും എന്ന് മനസ്സിലാക്കുന്ന രീതിയുണ്ട്. പക്ഷെ കാര്യമില്ല. പക്ഷേ അവരുടെ രീതിയിൽ ജീവിക്കാൻ അനുവദിക്കണം. പക്ഷേ നാട്ടുകാര്യങ്ങൾ മനസ്സിലാക്കാനും പിന്നെ സമൂഹത്തോട് എങ്ങനെ ഇടപെടണം എന്ന് മനസ്സിലാക്കാനുമുള്ള കഴിവ് പ്രധാനമായിട്ട് കൊടുക്കുന്നത് അവരുടെ കുടുംബത്തിൽ നിന്നാണ്. ഈ കുടുംബം എന്ന് പറയുമ്പോൾ ഭർത്താവ്, ഭാര്യ, മക്കൾ. ഈ ഭർത്താവ്, ഭാര്യ, മക്കൾ എന്ന് പറയുമ്പോൾ ഈ ഭർത്താവ് പ്ലസ് ഭാര്യ അരം പ്ലസ് കിൻ്റനം പോലെ ആവരുത്. ആയ കുടുംബത്തിലെ ഉള്ള അവസ്ഥകൾ മക്കൾ പ്രശ്നം എന്ന് വെച്ചാൽ അവരനുഭവിക്കുന്ന വേദനകൾ പലതായിരിക്കും. ഭർത്താവിൻ്റെ ഫീലിങ്, ഭാര്യയുടെ ഫീലിങ്സ്, എങ്കിലും മക്കളുടെ ഫീലിങ്സ്, ഇത് ഒന്ന് ഒത്തുചേരുമ്പം ഒരു പ്രശ്നമാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കളില്ലാത്തവർ വിഷമിക്കാൻ പാടില്ല. അത് നമ്മുടെ കർമ്മം. മക്കളുള്ളവർ വിഷമിക്കുന്നു, അതും നമ്മൾ വിഷമിക്കാൻ പാടില്ല. നമ്മളൊരു കുഞ്ഞ് കയ്യിൽ കാണുമ്പോൾ നമ്മൾ എന്തെല്ലാം സ്വപ്നങ്ങളായിട്ട് കാണുന്നത്. അപ്പോൾ ആ സ്വപ്നങ്ങൾക്ക് ഒരു കാലം മാറ്റം വരുമ്പോൾ ആരും വിഷമിക്കാൻ പാടില്ല. അതുപോലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, സ്നേഹം ഉണ്ടാകാം. നമ്മൾ സമൂഹത്തിൽ നോക്കിയാൽ മതി. ഏത് മക്കളും എവിടെയാണ് അവരുടെ ആ ഒരു ഊർജ്ജം വരുന്നതെന്ന് വെച്ചാൽ കുടുംബത്തിൽ നിന്ന് മാത്രമാണ്. ആ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജമില്ലെങ്കിൽ ആ ഊർജ്ജമില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഉത്രാട ആശംസ പറഞ്ഞുകൊണ്ട് നമസ്കാരം.